ഞാനൊരു പാവപ്പെട്ട പ്രവാസിയാണ്. എന്നെക്കൊണ്ടൊരു പുതിയ സംരംഭം തുടങ്ങാനൊന്നും പറ്റൂല. ഞാനൊരു പാവപ്പെട്ടവനാ. എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ ഒന്നുമില്ല. ഞാനൊരു പാവപ്പെട്ട 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊരു പാവപ്പെട്ടവനാ. എനിക്കൊന്നും തുടങ്ങാൻ പറ്റില്ല. ഇങ്ങനെ കുറേ പരാതികൾ. ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് സമയമില്ല, എനിക്ക് ഐഡിയ ഒന്നും വരില്ല, എനിക്കൊരു പുതിയ സംവിധാനം തുടങ്ങാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രവാസിയാണോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്കും പറ്റുമെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇപ്പം എനിക്കറിയുന്ന ഒരു രണ്ടാളുകൾ, അവൾ വളരെ കഷ്ടപ്പെട്ട് ഇതേപോലെ ബൂഫേയിൽ ജോലിക്ക് വന്ന ആളുകളാണ്. അപ്പം വളരെ കഷ്ടപ്പാടാണ്. ബൂഫേയിലെ ജോലി നിങ്ങൾക്ക് അറിയല്ലോ, 10 മണിക്കൂർ 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ആയിരിക്കും. വളരെ കുറഞ്ഞ ശമ്പളം, 2 വർഷത്തിലൊക്കെ ലീവുള്ളൂ, വെള്ളിയാഴ്ച പോലും അവധിയില്ല. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഉള്ളത് അല്ലേ. ഇങ്ങനെ വന്നതാ രണ്ടുപേര്. അവർ പെട്ടു. ഇതിലേറെ നല്ല നാട്ടിലായിരുന്നു. എന്തിനാണ് അങ്ങോട്ട് വന്നത്? ഏതായാലും വന്നതല്ലേ, 1 കൊല്ലം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ 2 കൊല്ലം പൂർത്തിയാക്കി പോവാം, എന്നിട്ട് ഇനി ഗൾഫിലേക്കേ ഇല്ല, നാട്ടിൽ ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ പറഞ്ഞു നിന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ വന്നു, ആ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ ഇവർ ചിന്തിക്കാൻ തുടങ്ങി, എന്തായാലും നമ്മൾ വന്ന് പെട്ടു, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ വേണം. അപ്പോൾ 1, നമ്മൾ ഭാഷകൾ നല്ലോണം പഠിക്കണം. 2, ഈ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ അവർ ജോലി ചെയ്യാണല്ലോ. ഒരു ബിസിനസ് ഏറ്റവും നല്ല ഒരു ബിസിനസ് പഠിക്കാൻ ഏറ്റവും നല്ലത് ആ ബിസിനസ്സിൽ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. കാരണം ആ ബിസിനസ്സിൻ്റെ എല്ലാ ആശയങ്ങളും നമുക്ക് കിട്ടും. കാരണം നമ്മളൊരു ഒബ്സർവ് ചെയ്യാണ്, ഈ ബിസിനസ് എനിക്ക് എങ്ങനെ തുടങ്ങാം, ഈ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ നിന്നു. ഇയാൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, വേറെ സുഹൃത്തും ഉണ്ടല്ലോ. ഇവർ വൈകുന്നേരങ്ങളിൽ ഇരിക്കും, വർത്തമാനം പറയും, യൂട്യൂബൊക്കെ കാണും. എന്നാൽ 24 മണിക്കൂർ യൂട്യൂബ് കാണുന്ന ആൾക്കാരല്ല അവർ. കുറച്ചൊക്കെ യൂട്യൂബൊക്കെ കാണും. ഇവർ തമ്മിൽ ഇരുന്നാൽ പുതിയ ബിസിനസ് ആശയങ്ങളെ കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഇവർ പറയും, നമുക്കൊരു കട തുടങ്ങാം, ആ കട തുടങ്ങുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു കട ആക്കിയാലോ, അപ്പോൾ ആ കടയ്ക്ക് എന്തൊക്കെ വേണം, അപ്പോൾ അതിന് ഒരു സൗദി സ്പോൺസർ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ നോട്ട് ചെയ്ത് ഇങ്ങനെ ഇവർ നിരന്തരം എന്നും ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് ആ സ്വപ്നങ്ങൾ ഇങ്ങനെ ആക്ഷനിലേക്ക് വരുത്താൻ തുടങ്ങി. ഇന്ന് നല്ല ഒരു ഷോപ്പ് ഇവർക്ക് 2 പേർക്കുണ്ട്. അന്ന് 2 വർഷത്തിലൊരിക്കലാണ് ഇവർക്ക് ലീവിന് പോയിരുന്നത്. 2 വർഷത്തിലൊരിക്കൽ. ഇന്ന് 6 മാസം ഒരാൾ നാട്ടിലാണ്, 6 മാസം ഒരാൾ അവിടെ ആ ഷോപ്പിലുണ്ടാവും. 6 മാസം കഴിയുമ്പോൾ ഇവർ പോവും, അടുത്ത ആളുണ്ട്. ഇപ്പോൾ പുതിയ ഷോപ്പ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം 6 മാസം നാട്ടിൽ പോയി വെറുതെ ഇരിക്കുകയല്ല, നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഇവർ 2 പേരും കൂടെ നടത്തുന്നതുണ്ട്. അത് നോക്കി നടക്കുന്നു. അപ്പോൾ ഇയാൾ വരുമ്പം അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ സാധാരണക്കാരനാണ്, നിങ്ങൾ ഒറ്റക്കായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം നടത്തി വരുത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സുഹൃത്തുക്കളെ കൂട്ടുപിടിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു 5-6 സെൻറ്റ് സ്ഥലം വാങ്ങണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സേവ് ചെയ്തിട്ട് ബാക്കിയില്ല, നിങ്ങൾ വേറെ ഒരാളെ കൂട്ടിക്കോളൂ, നിങ്ങളുടെ ഫ്രണ്ടിനെ കൂട്ടിക്കോളൂ. നിങ്ങൾക്കൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് സമാന മനസ്കരായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടാം. അപ്പോൾ ഒറ്റയ്ക്ക് വളരാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇനീഷ്യലി നമുക്ക് ചെറിയ ബജറ്റൊക്കെ ഉള്ളെങ്കിൽ നമ്മുടെ സമാന മനസ്കരായ ആളുകളൊത്ത് നമ്മൾ സംവിധാനങ്ങൾ ആരംഭിക്കണം. അഥവാ പണമില്ലാത്തതിൻ്റെ പേരിൽ, നല്ല കൂട്ടുകാരില്ലാത്തതിൻ്റെ പേരിലൊന്നും ബിസിനസ് ആശയങ്ങൾ നടക്കാതെ പോകരുത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കൂട്ടമായി കുറേ സംവിധാനങ്ങൾ ചെയ്യുന്ന കുറേ പ്രവാസി കൂട്ടായ്മകൾ എനിക്കറിയാം. അതേപോലെ 5, 6, 10 ആളുകളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് പല സംവിധാനങ്ങളും ആരംഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പാവപ്പെട്ടവർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 6-7 ആളുകൾ കൂടിയിട്ടൊരു വലിയ സംവിധാനം നാട്ടിൽ ആരംഭിച്ചു. നല്ല ഒരു സംവിധാനമാണ്. അപ്പോൾ അതിലേക്ക് കുറേ ആൾക്കാരോട് ഇവർ ഷെയർ ചോദിച്ചു. അപ്പോൾ അതിൽ ഇതേപോലെ വളരെ സാധാരണക്കാരനായ ഒരു പ്രവാസി, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇതിൽ കൂടണം, പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കുറി അങ്ങ് സെറ്റപ്പാക്കി. ആദ്യത്തെ പേയ്മെൻറ്റ് ഇദ്ദേഹത്തിനാണല്ലോ. ഈ കുറി നടത്തിയിട്ട് ആദ്യത്തെ പേയ്മെൻറ്റ് ഇദ്ദേഹം എടുത്തിട്ട് ഇദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് ആ കടം വീട്ടി. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ട്, ആ ഓപ്പർച്യൂണിറ്റി അപ്പോഴേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ സാധാരണക്കാരനാണ്, എന്നെക്കൊണ്ടൊന്നിനും പറ്റൂല, ഇങ്ങനെ നമ്മുടെ കാലഘട്ടം നമ്മൾ കഴിച്ച് തീർക്കരുത്. അപ്പം ഞാൻ ജോലിക്ക് വന്ന ഒരാളാണ്. ഞാൻ വളരെ കുറഞ്ഞ ശമ്പളത്തിന് വെള്ളിയാഴ്ച പോലും അവധിയില്ലാത്ത ഒരു ജോലിക്ക് സൗദിയിലെത്തിയ ആളാണ്. അപ്പം ഇന്ന് എനിക്ക് ബിസിനസ് ഉണ്ട്, സാധാരണക്കാരനായി വന്നവനാണ്. അപ്പം ഞാൻ പറയുന്നത്, നമുക്കെല്ലാവർക്കും സാധാരണ പ്രവാസിയാണെങ്കിലും ഒറ്റയ്ക്ക് കഴിയൂലേ, വേറൊരാളെ കൂട്ടി നമുക്ക് ചെയ്യാം. പക്ഷേ ചെയ്യണമെന്ന ഒരു മൈൻഡ് സെറ്റും ഒരു ഉറച്ച ബോധ്യവും തീരുമാനവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താനുള്ള വഴിയും നിങ്ങൾ കാണും. കാരണം ബൂഫിയ നടത്തി, ചെറിയ ബകാല നടത്തി,
അങ്ങനെ ചെറിയ ചെറിയ സംവിധാനങ്ങൾ നടത്തി സാമ്പത്തികമായി വിജയിച്ച ഏറെ പേരെ എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ അത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. അവർക്കും കഴിവുകളുണ്ട്, നിങ്ങൾക്കും കഴിവുകളുണ്ട്. അവരെയും ദൈവം മഹത്തരമായിട്ടാണ് സൃഷ്ടിച്ചത്, നിങ്ങളെയും മഹത്തരമായിട്ടാണ് സൃഷ്ടിച്ചത്. കഴിയും. നിങ്ങളുടെ ഒരു ഒറ്റ മൈൻഡ് സെറ്റ് മാറിയാൽ നടപ്പിൽ വരുത്താവുന്നതേ ഉള്ളൂ ഈ ആശയങ്ങൾ. വീണ്ടും കാണാൻ മറ്റൊരാശയവുമായി. താങ്ക് യു വെരി മച്ച്.